ഹലോ സുഹൃത്തുക്കളെ. അപ്പം സംക്രാന്തി ഹോളിഡേയ്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഐലൻഡിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ പോണ വഴിക്ക് 8 ആയി, പക്ഷെ ഭയങ്കര ഫോഗായിട്ടുണ്ടായിരുന്നു ORRൽ, ഔട്ടർ റിംഗ് റോഡിൽ. ഞങ്ങളങ്ങനെ കുറേ ദൂരം പോയിട്ട് ലാസ്റ്റ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടിയാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞ വഴി കൂടെ ഞങ്ങളൊരു വില്ലേജിനുള്ളിലേക്ക് പോയി കേട്ടോ. ഹൈവേ കഴിഞ്ഞിട്ട് ഒരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ വില്ലേജ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വില്ലേജ്, നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സപ്പോസ് നമ്മൾ വെറുതെ ഇങ്ങനെ അറിയാണ്ട് ഗൂഗിളിൽ കാണിക്കുന്ന വഴിയിൽ കൂടെ പോയി അങ്ങനെയൊക്കെ പോയാലും ശരി, നമ്മൾ പോകുന്നത് നല്ല റൂട്ട്, നല്ല കാണാൻ ഭംഗിയുള്ള റൂട്ടാണെങ്കിൽ നമുക്ക് ബോറടിക്കില്ലല്ലോ. സോ ഞങ്ങളുടെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ, ഇങ്ങനെ ലൈൻ ലൈനായിട്ട് വീടുകൾ, അവിടെ പശുക്കൾ, ആടുകൾ, മാടുകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ദൂരം പോയപ്പോഴേക്ക് റോഡ് മോശമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി, ഞങ്ങൾ പോയ വഴി കറക്റ്റാണോന്ന്. ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ പോയത്രയും ദൂരം തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് കണ്ടില്ലേ, റോഡ് ഇടാൻ വേണ്ടിയിട്ട് ഫുള്ള് കങ്കർ ഇറക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ, മെറ്റൽ ഇറക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു കാറ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് കണ്ട്. മുമ്പിലത്തെ ദിവസം നടന്നാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കാർ അങ്ങനെ കിടക്കുന്നു. വാമോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് പോയത് ഒരു 10-15 കിലോമീറ്റർ, അത്രയും കിലോമീറ്റർ അതേപോലെ വെളിയിലേക്ക് തന്നെ വന്നു. വന്നതിന് ശേഷം ആ റൂട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല റൂട്ടായിരുന്നതുകൊണ്ട് നമുക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലക്നവരം പറഞ്ഞിട്ട്, നമ്മുടെ തെലങ്കാനയിൽ തന്നെയല്ല, വറങ്കൽ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടെയാണ്. ലക്നവരം പറഞ്ഞിട്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ് അവിടെ. അയലൻഡ്, പിന്നെ ലക്നവരം ചെരുവ് പറഞ്ഞാൽ നമ്മുടെ ലേക്ക്, വലിയൊരു ലേക്കുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഫേമസ് ആണ് അവിടെ. ഞങ്ങൾ കുറേയായി പോകണം വിചാരിച്ചിട്ട് ഇപ്പോഴാണ് പറ്റിയത്. ഇപ്പം നല്ല ക്ലൈമറ്റുമാണ്. പോണ റോഡാണെങ്കിലും സൂപ്പർബായിട്ടുണ്ടായിരുന്നു, നല്ല റോഡായിരുന്നു. കുറച്ച് ദൂരമൊക്കെ പോയപ്പോൾ റോഡ് ഇടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൂറിസം. സോ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ റോഡ് ഇടാൻ വേണ്ടിയിട്ട് കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. നല്ല മരങ്ങളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മുടെ കുമരകം, ആലപ്പുഴയൊക്കെ പോകുന്ന റൂട്ടിലൊക്കെ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത് കാണും, അതേപോലെയുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. നമുക്ക് എത്ര കണ്ടാലും ബോറടിക്കുകയില്ല, എത്ര ദൂരമായാലും. തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. സോ നമ്മളവിടെ ചെന്നു, അവിടെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദൂരത്തിൽ സസ്പെൻഷൻ ബ്രിഡ്ജ്, വലിയ ബ്രിഡ്ജാണ് കേട്ടോ, നമ്മൾ തൂക്കുപാലം പറയില്ലേ, അത് തന്നെ. അപ്പോൾ അതിൽ കയറുമ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്ര പ്രോബ്ലം ഒന്നുമില്ല, കാരണം വലിയ വലിയ പില്ലേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഴാനോ അങ്ങനത്തെ ചാൻസസ് ഒന്നുമില്ല. ഞാൻ പണ്ടൊരിക്കൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മലമ്പുഴയിൽ തൂക്കുപാലത്തിൽ കയറിയ ഓർമ്മയാണ് എനിക്ക് വന്നത്. അത് പക്ഷേ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ ആടുന്നില്ല. ഓൾറെഡി അതല്ലേ വലിയ പില്ലേഴ്സ് ഉള്ളത് കൊണ്ട് അതവിടെ സ്റ്റിക്കായി നിൽക്കുകയാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ പോകുമ്പോൾ മെല്ലെ ഒന്ന് ആടും, അത്ര മാത്രം തന്നെയുള്ളൂ. നമുക്ക് പേടിക്കേണ്ട രീതിയിലൊന്നുമില്ല, കൈ പിടിച്ചിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂളായിട്ട് നമുക്ക് നടന്നു പോവാം. പക്ഷെ നമ്മളിപ്പോൾ ലഗേജൊക്കെ ആയിട്ട് ഈ പാലത്തിലൂടെ കടന്നിട്ട് ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്, അവിടെ പോയി നിൽക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഏത് ഐലൻഡിലേക്ക് പോകണോ, അപ്പോൾ ആ ഐലൻഡിൽ നമ്മളിപ്പോൾ പോകുന്നത് കോഫ്രീക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്കായിരുന്നു. അപ്പോൾ ആ റിസോർട്ടിൽ പോകാനുള്ള അവരുടേതായ സ്പീഡ് ബോട്ടുണ്ട്. അവർ ആ ബോട്ടും കൊണ്ട് വന്നിട്ട് നമ്മളെ ഇവിടുന്ന് അവരുടെ ഐലൻഡിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഒരു 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോട്ടൊന്നും കിട്ടില്ല, നമ്മൾ അവിടെ തന്നെ ഫിക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഈ ഇത്ര വലിയ ലേക്കിൽ കൂടെ നമുക്ക് തിരിച്ച് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ മരുന്നുകളോ അങ്ങനത്തെ ഒക്കെ നമ്മൾ കരുതിക്കൊണ്ട് വേണം പോകാനായിട്ട്. എന്ന് വെച്ചാൽ ക്ലൈമറ്റും നല്ല കൂളല്ലേ, എന്തെങ്കിലും ജലദോഷമോ തലവേദനയോ അങ്ങനെ. സോ ഫൈനലി ഇതാണ് ഞങ്ങൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ചുറ്റും നിങ്ങൾക്കറിയാലോ, ഐലൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടും വെള്ളമായിട്ടുണ്ടാവും, നമ്മളതിൻ്റെ സെൻറ്ററിലുണ്ടാവും. പക്ഷെ ഭയങ്കര രസമായിട്ട് നന്നായിട്ട് അവർ പണിതിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു റീലിൽ കണ്ടിട്ടാണ് ഇത് സെലക്ട് ചെയ്ത് അവിടെ പോയത്. പക്ഷെ പോയത് ഒട്ടും നഷ്ടമായില്ല കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു നഷ്ടവുമില്ല. ഈവൻ ടെൻറ്റിൽ താമസിക്കണം എന്നുള്ളവർക്ക് ടെൻറ്റിലും താമസിക്കാം, സെപ്പറേറ്റ് ടെൻസ് ഉണ്ട്. പക്ഷേ ടെൻസിലുള്ളവർക്കൊക്കെ കോമൺ ബാത്റൂം ആയിരിക്കും ഉണ്ടാവുക എന്നൊരു മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട്. ബാക്കി അല്ലാത്തവർക്കൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള റിസോർട്ട്സ് ഉണ്ട്, അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ടാവും. പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ നല്ല
ഫുൾ ടൈം അവിടെ നല്ല മ്യൂസിക് 24 hours അവരിങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ മ്യൂസിക്കൊക്കെ നന്നായി ഇങ്ങനെ നമുക്ക് കേട്ട് കേട്ട് നടക്കാനായിട്ട് മൊത്തം തെലുഗു സോങ്സ് അല്ലെങ്കിൽ ഹിന്ദി സോങ്സാണ്. ഭയങ്കര മെലഡി സോങ്സുകളാണ്, അല്ലാണ്ട് അടിപൊളി പാട്ടുകളല്ല. അത് പിന്നെ ഈവനിങ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, അപ്പോൾ അടിപൊളി പാട്ടുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു, തെലുഗു സോങ്സും ഹിന്ദി സോങ്സും. അല്ലാത്ത സമയത്തൊക്കെ ഇത് വന്നിട്ട് റെസ്റ്റോറൻറ്റിലും സ്വിങ് സീറ്റുകളുണ്ടായിരുന്നു, ഊഞ്ഞാലിലിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ നോർമൽ സീറ്റ്സിലിരുന്ന് കഴിക്കാം. ഫുഡും പറയേണ്ടതാണ് കേട്ടോ, ഫുഡ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല. ഞങ്ങൾ സെപ്പറേറ്റ് പൂൾ വില്ലയാണ് എടുത്തത്. നമുക്ക് പ്രൈവറ്റായിട്ട് പൂളുണ്ട്. കോമൺ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ ഏട്ടന് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഞങ്ങൾ പ്രൈവറ്റ് പൂളാണ് എടുത്തത്. നമുക്ക് സെപ്പറേറ്റ് പൂൾ ഉണ്ടാവും. സോ ഇതാണ് റൂം. ഭയങ്കര നീറ്റായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ തിങ് എന്താ പറഞ്ഞാൽ, ഇത് റീസെൻ്റ്ലി ലൈക്ക് 3-4 months ബാക്ക് കൺസ്ട്രക്ട് ചെയ്തതായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1 year പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് കണ്ടില്ലേ, നമ്മളുടെ പൂളാണിത്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലുണ്ട്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ലേക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ ഈ വ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം റെഡി ആയി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വെറുതെ വെളിയിലേക്ക് വന്നു. ഇവിടെ നമുക്കവർ കയാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് തന്നെ. കയാക്കിൽ 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് കയാക്ക് എന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ വേണ്ട വെച്ചിട്ട് നമ്മൾ പെഡലിൽ ചവിട്ടി പോകുന്ന ടൈപ്പ് ബോട്ട് ഉണ്ടല്ലോ, അതിലാണ് ഞങ്ങൾ പോയത്. ഇവിടുന്ന് ഇനി ഒരു ബ്രിഡ്ജ് കാണുന്നത്, ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെ ഹരിത റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തെലങ്കാനയുടെ റിസോർട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടേക്കും പോയി കേട്ടോ. തെലങ്കാന റിസോർട്ട് ഇത് ഞങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റിസോർട്ട്സൊക്കെ അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ആ റിസോർട്ടിൽ ഐലൻഡിൽ പോയി ഇറങ്ങി, ആ ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ട് അവിടെ ചെന്നപ്പോഴേ ഓക്കെ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഡ്രൈ ആയി കിടക്കുന്നു ആ പ്ലേസൊക്കെ. എന്നുവെച്ചാൽ അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യില്ല. ആരുണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ തന്നെയല്ലേ. സോ അവിടെ കുറച്ചൊരു 3-4 ഒരു 5-6 റൂംസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ വേറെ ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ പറയുന്നു റൂംസ് ഉണ്ട്, ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഉണ്ടാകുന്നത്, വലിയ റൂംസൊക്കെയാണ്. പക്ഷേ പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമോ ഫുഡോ ഇല്ല. നമുക്ക് വെറുതെ അവരുടെ റൂം തരും, ആ റൂം യൂസ് ചെയ്യാം, പിന്നെ ബാത്റൂംസ് യൂസ് ചെയ്യുക, അത്ര മാത്രമേ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവിടെ പോയി വെറുതെ താമസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ കഴിക്കണം പറഞ്ഞാൽ ഈ ബ്രിഡ്ജ് കയറിയിട്ട് നമ്മുടെ റിസോർട്ടിൽ വരണം. നമ്മുടെ റിസോർട്ടിൽ വന്നാലും നമ്മുടെ ആളുകൾ ആ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രം ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളല്ലോ. സോ അവർക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യമൊക്കെ കുറച്ച് കഷ്ടമാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവരിങ്ങനെ ഒരു ഫാമിലി അവരിങ്ങനെ പറഞ്ഞു റൂമൊക്കെ വലുതായിട്ടുണ്ട്, 2 ആൾക്കാർക്ക് കിടക്കേണ്ട റൂമാണ്, വലിയ 4 പേർക്ക് കിടക്കാവുന്നത്ര വലിയ വലിയ ബെഡുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ റൂം കിട്ടിയിട്ട് എന്ത് കാര്യം, അറ്റ്ലീസ്റ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കും. നല്ല ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്താൽ ഫുഡ് പോട്ടെ, വെള്ളം പോലും കുടിക്കാനില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നെങ്കിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ വേണ്ടപ്പോൾ അവിടെയുള്ള കെയർ ടേക്കറെ വിട്ടിട്ട് അപ്പുറത്തെ ഞങ്ങളുടെ കോവ് ഫ്രീക്ക് ഔട്ടിൽ വന്നിട്ട് അവിടുന്ന് ഫുഡോ വാട്ടറോ ഒക്കെ മേടിച്ചിട്ട് വരണം. അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അത് ഞങ്ങൾ അറിഞ്ഞില്ല. കാണാനാണെങ്കിലും ഫുള്ള് മരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് മൊത്തം പോയിരിക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ഞങ്ങളുടെ മാതിരി വില്ല മാതിരി ഉള്ളതുണ്ട്, പൂളോ അങ്ങനത്തെ ഒന്നുമില്ല. അറിയാമല്ലോ നമ്മൾക്ക് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യും കുറഞ്ഞ റേറ്റിൽ താമസിക്കേണ്ടവർക്ക്, അത്ര തന്നെ. അവിടെ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് പിന്നെ നൈറ്റായി, ഞങ്ങളവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ച് വന്നപ്പോഴേക്കും കുറച്ച് നൈറ്റായിട്ടുണ്ടായിരുന്നു. നൈറ്റായി കഴിഞ്ഞപ്പോഴേക്കും വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാൻ നന്നായി ഉണ്ടാവില്ല. ആ ജസ്റ്റ് ഐലൻഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് കൂടുതൽ വെളിയിലേക്ക് നടക്കാനില്ല. ഒരൊറ്റ റൗണ്ട് അടിക്കുകയാണെങ്കിൽ 5 minutes കഴിയും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഐലൻഡിനെ ചുറ്റിയാണ് നമ്മൾ ബോട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ, ആ ബോട്ടിൽ പോകുന്നത് ഐലൻഡിനെ ചുറ്റിയാണ്. ആക്ച്വലി ആ വീഡിയോ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഏട്ടൻ്റെ ഫോണിലായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടേ പറഞ്ഞിട്ട് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. രാത്രി ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു, അപ്പോഴും ആ മ്യൂസിക് ഇങ്ങനെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രസമായിട്ടുണ്ടാവും എന്ന്. അപ്പോൾ ഇത് സംക്രാന്തി ഹോളിഡേയ്സ് ആയിരുന്നു. സംക്രാന്തി പറഞ്ഞാൽ നമ്മളിവിടെ ഈ തമിഴ്നാട്ടിൽ പൊങ്കൽ പോലെ തന്നെ ഇവിടെ സംക്രാന്തി 3-4 days ഹോളിഡേയ്സ് ആണ്. 3 days സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങൾ എവ്രി ഇയർ എവിടെയെങ്കിലും പോവാറ്, നോർമലി ആന്ധ്രാപ്രദേശിലേക്കാണ് പോവാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് അവിടേക്ക് പോകാണ്ട് തെലങ്കാനയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഈ റിസോർട്ട് ബുക്ക് ചെയ്തു. പക്ഷേ എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഞാനും ഏട്ടനും കുഞ്ചുമൊക്കെ ഭയങ്കര ഹാപ്പിയായി. അത്ര രസമായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ അതുവഴി കുറേയൊക്കെ ചുറ്റി നടന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവിടെ അടുത്ത് തന്നെ രാമപ്പ ടെമ്പിൾ, അത് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോൾ അതിനെക്കുറിച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ടേഴ്സൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്, ആ ടെമ്പിളിനെ കുറിച്ചൊക്കെ. വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹംപിയൊക്കെ ഉണ്ടല്ലോ കർണാടക, അതുപോലൊക്കെ തന്നെ. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അമ്പലം പറഞ്ഞാൽ ആക്ച്വലി ഈ വറങ്കൽ എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ ലക്നവരം, ഈ രാമപ്പ ടെമ്പിളൊക്കെ ഉള്ളത്. സോ ഈ വറങ്കൽ എന്ന് പറയുന്നത് കാക്കത്തിയ ഡൈനാസ്റ്റിയാണ്. നമ്മുടെ പണ്ടത്തെ ചേരന്മാർ, പാണ്ഡ്യന്മാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കാക്കത്തിയ ഡൈനാസ്റ്റി. സോ അവർ പണിതതാണ് ഈ അമ്പലം. പിന്നെ വേറെ ഫോർട്ടൊക്കെ ഉണ്ടായിരുന്നു, കാക്കത്തിയ ഫോർട്ടൊക്കെ. ഫോർട്ടിലൊന്നും ഞങ്ങൾ പിന്നെ പോയില്ല, ഇപ്പോൾ അവിടേക്ക് ആരെയും വിടുന്നില്ല പറഞ്ഞു. കാരണം മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാവും എല്ലാം ഓൾമോസ്റ്റ് നാശമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. രാമലിംഗേശ്വര സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിൽ ചില കൊത്തുപണികൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് കാക്കത്തിയ ആ കാലത്തുള്ള കാക്കത്തിയ ഡൈനാസ്റ്റി അവർ ചെയ്തിട്ടുള്ളതാണ് ഈ കൊത്തുപണികൾ, ഈ അമ്പലങ്ങൾ ഇങ്ങനത്തെ. അവരുടെ ഒരു മാസ്റ്റർ പീസ്, അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടുത്തെ എല്ലാ ഇപ്പോൾ വറങ്കൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏതൊരു സ്പെഷ്യലായിട്ടുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഫോർട്ടുകളിലോ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു ആനയാണ്, കാണില്ലേ നിങ്ങൾക്കത്? കല്ലിലുണ്ടാക്കിയിട്ട് ഒരുപാടങ്ങ് തേഞ്ഞു പോയിരിക്കുകയാണ്. കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ പിടിച്ചിട്ടും അല്ലെങ്കിൽ ശരിക്കും നോക്കാഞ്ഞിട്ടും ഒക്കെ അങ്ങനെ കുറേ അങ്ങ് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ വളരെ ആസ്വദിച്ച് നടക്കുന്നൊരു ഗൈഡും അവിടെ നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എപ്പോൾ നിർമ്മിച്ചു, അത് നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഇതിനെക്കുറിച്ചൊക്കെ, ഈ ഹിസ്റ്ററിയൊക്കെ, ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ. അപ്പോൾ ആളുകളാണെങ്കിൽ നമുക്ക് മെയിൻ തിങ് എന്താ പറയുക വെച്ചാൽ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ചുള്ളതൊക്കെ വെളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിനെ കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിനിടെ ഞാൻ വെറുതെ ഗോഷ്ടിയൊക്കെ കാണിക്കണ്ടായിരുന്നു കേട്ടോ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂർത്തികളൊന്നും തന്നെ ഇല്ല, കാലിയായിട്ട്. നമ്മൾ ഉപദേവതകൾ വെക്കുമല്ലോ, ഉപദേവതകളുടെ എല്ലാ പോർഷൻസും കാലിയായിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ ആളുകൾ എടുത്തിട്ട് പോയതാണോ എന്താണെന്നറിയില്ല. ഇവിടെ അടുത്ത് തന്നെ 1000 ടെമ്പിളുണ്ട്, 1000 പില്ലർ, 1000 പില്ലറുകൾ ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ. അവിടെ ഇപ്പോൾ പകുതി പോലും ഇല്ല പില്ലറുകൾ. ആളുകളൊക്കെ ഓരോന്ന് എടുത്തിട്ട് പോകണു അത്ര. എന്തിനു വേണ്ടി എടുത്തിട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഇനി അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ കാണാൻ നന്നായിട്ടുണ്ടല്ലോ ആ കൊത്തുപണികളൊക്കെ, അതിനു വേണ്ടി വെച്ചിരിക്കണോ എന്താ അറിയില്ല. ഈ ഓരോ പില്ലറുകൾ ഓരോ കല്ലിൽ കൊത്തി എടുത്തിട്ടുള്ളതാണ് അത്രേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ്, ഇത് ഇനിയൊരു ടൈപ്പ് ഓഫ് കൊത്തുപണികളാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു നന്ദി ഉണ്ടായിരുന്നു. ആ നന്ദിയാണെങ്കിൽ നന്ദിയുടെ ഫേസൊക്കെ പോയി കഴിഞ്ഞു. നല്ല ബ്ലാക്ക് മാർബിൾ പോലെ ഉണ്ടാക്കുക സ്റ്റോണൊക്കെ. ആ കാലത്തും ഇങ്ങനത്തെ സ്റ്റോണുകളൊക്കെ കിട്ടുമോ എന്നുള്ളത് നമുക്കേ അതിശയമായി തോന്നും. അതേപോലെ എത്ര നന്നായി ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും ശിവൻ്റെ തന്നെ സൈഡിൽ ചെറിയൊരു അമ്പലമാണ്. വെളിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അവിടെ ഉണ്ടായിരുന്ന എനിക്കറിഞ്ഞിടത്തോളം അവിടെ ഉണ്ടായിരുന്ന കുറേ ഇതുപോലെയുള്ള ചെറിയ അമ്പലങ്ങളോ ബിൽഡിങ്ങുകളോ ആയിരുന്നു അവരുടെ കാലത്തുള്ള. ആ ബിൽഡിങ്ങുകളൊക്കെ കല്ലുകളൊക്കെ താഴത്ത് പോയി കിടക്കുകയാണ്.